ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും RRB ALP ടെക്നീഷ്യൻ എക്സാംസിനൊക്കെ വേണ്ടി നല്ല കട്ടയ്ക്ക് പ്രിപ്പയർ ചെയ്യാണല്ലേ? എഞ്ചിനീയറിംഗ് ഭാഗത്ത് ഒരുപാട് സ്റ്റുഡൻസിനെ കൺഫ്യൂഷൻ ആക്കുന്നൊരു ടോപ്പിക്കുണ്ട്, ഫോഴ്സ് സിസ്റ്റംസ്. ഇന്ന് നമ്മൾ ആ ചാപ്റ്റർ അങ്ങ് സെറ്റാക്കാൻ പോവാണ്. ഇതിലെ പ്രോബ്ലംസ് ഒക്കെ കണ്ടാരും പേടിക്കണ്ട. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് വെള്ളം പോലെ ഈസി ആയിരിക്കും, അതെന്റെ ഗ്യാരണ്ടി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ ചാപ്റ്റർ മതി നിങ്ങളുടെ സ്കോർ കൂട്ടാനും കുറയ്ക്കാനും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഇതിൽ നിന്ന് ഉറപ്പായും ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് നിങ്ങൾക്കിതിനെപ്പറ്റി മുൻപൊന്നും അറിയില്ലെങ്കിൽ പോലും ഒട്ടും പേടിക്കണ്ട. നമ്മൾ എക്ദം സീറോയിൽ നിന്ന് തുടങ്ങും. ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിലൊരു ഫുൾ ക്ലാരിറ്റി കിട്ടിയിരിക്കും. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം, നിങ്ങൾക്ക് ശരിക്കും ഈ റെയിൽവേ എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ക്ലാസ്സുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് ഒരു കിടിലൻ AI ഫസ്റ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് എത്ര കോംപ്ലിക്കേറ്റഡ് ആയ ടോപ്പിക്കും നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാൻ എനിക്ക് പറ്റും. ശരി, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്നൊരു ഓട്ടപ്രദക്ഷിണം നടത്തിയാലോ? ആദ്യം ദ ലാംഗ്വേജ് ഓഫ് ഫോഴ്സ്, അതായത് ഫോഴ്സിന്റെ ABCD. പിന്നെ നമ്മൾ ഫോഴ്സ് ഫാമിലിയെ പരിചയപ്പെടും, പലതരം ഫോഴ്സ് സിസ്റ്റംസ്. അത് കഴിഞ്ഞ് വരും നമ്മുടെ ഹീറോ, ദ മാസ്റ്റർ കോമ്പിനേഷൻ ഫോർമുല. പിന്നെ എക്സാമിന് സമയം ലാഭിക്കാൻ കുറച്ച് എക്സാം വിന്നിംഗ് ഷോർട്ട് കട്ട്സ് നോക്കും. ഒരു ഫോഴ്സിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് പഠിക്കും. ലാസ്റ്റ് ഇതെല്ലാം വെച്ച് പഴയ എക്സാം പേപ്പേഴ്സിലെ ചോദ്യങ്ങൾ പൊളിച്ചെടുക്കും. ഒരു ഫുൾ പാക്കേജ് ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ സെക്ഷൻ, ദ ലാംഗ്വേജ് ഓഫ് ഫോഴ്സ്. ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിലെ ബേസിക് വാക്കുകൾ, ബേസിക് ഐഡിയാസ് അറിഞ്ഞിരിക്കണം അല്ലേ? എന്നാലേ നമുക്കൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ കിട്ടും. അപ്പോൾ എന്താണ് ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് പറയാം, ഒരിടത്ത് അനങ്ങാതിരിക്കുന്നൊരു സാധനത്തിനെ തള്ളി നീക്കാനോ അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ പിടിച്ചു നിർത്താനോ അതുമല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ മാറ്റാനോ നമ്മൾ കൊടുക്കുന്നൊരു തള്ളോ വലിയോ, അതാണ് ഫോഴ്സ്. ഇതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. നമ്മളതിനെ ക്യാപിറ്റൽ N എന്ന് എഴുതും. ഓക്കെ അല്ലേ? ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐഡിയയിലേക്കാണ് നമ്മൾ വരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ക്വാണ്ടിറ്റീസ് രണ്ട് തരമുണ്ട്. ഒന്ന് സ്കേലാർ ക്വാണ്ടിറ്റി, രണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റി. എന്താണ് വ്യത്യാസം? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവൂ, അതായത് അതിനൊരു അളവ് മാത്രമേ കാണൂ. ഉദാഹരണത്തിന് മാസ്, ടൈം, സ്പീഡ്. എന്നാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിക്കാണെങ്കിലോ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടാകും, ഡയറക്ഷനും ഉണ്ടാകും, അതായത് അളവുമുണ്ടാകും, ദിശയുമുണ്ടാകും. നമ്മുടെ ഫോഴ്സ് അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇത് മറക്കരുത്, കാരണം ഈ ഒരൊറ്റ ഐഡിയയുടെ മുകളിലാണ് നമ്മൾ ഈ ചാപ്റ്റർ മുഴുവൻ കെട്ടിപ്പടുക്കാൻ പോകുന്നത്. ഇത് കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ സ്പീഡോമീറ്ററിൽ 60 km/h എന്ന് കാണിക്കുന്നില്ലേ? അതൊരു സ്കേലറാണ്. കാരണം അത് എത്ര വേഗത്തിൽ പോകുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഏത് വഴിക്ക് പോകുന്നു എന്ന് പറയുന്നില്ല അല്ലേ? ഇനി ഒരു അമ്പ് ഒരു ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പാഞ്ഞു പോകുന്നത് ആലോചിച്ച് നോക്കിക്കേ. അതൊരു വെക്റ്ററാണ്. കാരണം ആ അമ്പിന്റെ നീളം അതിന്റെ പവറിനെ, അതായത് മാഗ്നിറ്റ്യൂഡിനെ കാണിക്കുന്നു. അതിന്റെ കൂർത്ത മുനയോ അത് പോകുന്ന ഡയറക്ഷനെയും കാണിക്കുന്നു. കണ്ടോ? അതുപോലെ തന്നെയാണ് ഫോഴ്സും. അതിനൊരു ശക്തിയുമുണ്ട്, ഒരു ദിശയുമുണ്ട്. ക്ലിയർ അല്ലേ? ശരി, അപ്പോൾ ഫോഴ്സിന്റെ ബേസിക്സ് നമുക്ക് പിടികിട്ടി. ഇനി നമുക്ക് ഫോഴ്സ് ഫാമിലിയെ ഒന്ന് പരിചയപ്പെട്ടാലോ? അതായത് ഈ ഫോഴ്സുകളെ അവരുടെ ആക്ഷൻ അനുസരിച്ച് എങ്ങനെ പലതായിട്ട് തിരിക്കാം എന്ന് നോക്കാം. മെയിനായിട്ട് നമുക്ക് 3 തരം ഫോഴ്സ് സിസ്റ്റംസാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് കോപ്ലാനാർ ഫോഴ്സസ്. ആ പേരിൽ തന്നെയുണ്ടെല്ലാം. കോ എന്ന് പറഞ്ഞാൽ ഒരേ, പ്ലാനാർ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ, അതായത് ഒരു പ്രതലം. അപ്പോൾ എല്ലാ ഫോഴ്സുകളും ഒരേ പ്രതലത്തിലാണ് ആക്ട് ചെയ്യുന്നത്. സിമ്പിൾ. രണ്ടാമത്തത് കോൺകറന്റ് ഫോഴ്സസ്. ഇവിടെ എല്ലാ ഫോഴ്സുകളും ഒരു കോമൺ പോയിന്റിലൂടെ കടന്നുപോകും, ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യും. മൂന്നാമത്തത് കൊലീനിയർ ഫോഴ്സസ്. ഇവിടെയും അതുപോലെ കോ എന്ന് പറഞ്ഞാൽ ഒരേ, ലീനിയർ എന്ന് പറഞ്ഞാൽ ലൈൻ. അപ്പോൾ എല്ലാ ഫോഴ്സുകളും ഒരേ സ്ട്രെയിറ്റ് ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്. എളുപ്പമല്ലേ? ഈ ഐഡിയ മനസ്സിലങ്ങ് ഉറപ്പിക്കാൻ നമുക്ക് കുറച്ച് സിമ്പിൾ എക്സാമ്പിൾസ് നോക്കാം. കോപ്ലാനാർ ഫോഴ്സസിനെ ഒരു ടേബിളിന് മുകളിൽ കുറച്ച് കോയിൻസ് വെച്ചിട്ട് അതിനെ തട്ടി നീക്കുന്നതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവിടെ കൊടുക്കുന്ന എല്ലാ ഫോഴ്സും ആ ടേബിൾ എന്ന ഒരൊറ്റ പ്ലെയിനിലല്ലേ? അതാണ് കോപ്ലാനാർ. ഇനി കോൺകറന്റ് ഫോഴ്സസിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ വടംവലിയാണ്. എല്ലാവരും ആ കയറിന്റെ നടുക്ക് ഒരൊറ്റ പോയിന്റിലല്ലേ വലിക്കുന്നത്? അതാണ് കോൺകറന്റ്. ഇനി കൊലീനിയർ ഫോഴ്സ്, അതിന് ഒരു ട്രെയിൻ ഓർമ്മിച്ചാൽ മതി. എഞ്ചിൻ കോച്ചുകളെ ഒരു നേരരേഖയിലല്ലേ വലിക്കുന്നത്? അവിടെ വലിക്കുന്ന ഫോഴ്സും റെസിസ്റ്റൻസും എല്ലാം ഒരേ ലൈനിലാണ്. ഇപ്പോൾ ക്ലിയർ ആയി കാണുമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഫോഴ്സിന്റെ ടൈപ്സൊക്കെ പഠിച്ചു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഹൃദയഭാഗത്തേക്ക് കടക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മാത്തമാറ്റിക്കൽ ഭാഗം, ദ മാസ്റ്റർ കോമ്പിനേഷൻ ഫോർമുല. എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോകുന്നതും ഈ ഒരു ഏരിയയിൽ നിന്നാണ്. നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്. ഒരു പോയിന്റിൽ 2 ഫോഴ്സുകൾ 2 ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. ഇവ രണ്ടിൻ്റെയും കൂടെ ഒറ്റ എഫക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും?
അതായത് ഇവ രണ്ടിനും പകരം ഒരൊറ്റ ഫോഴ്സ് കൊടുത്താൽ മതി. ആ ഫോഴ്സ് ഏതായിരിക്കും? ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു പെട്ടിയെ മുന്നോട്ട് തള്ളുന്നു, നിങ്ങളുടെ ഫ്രണ്ട് അതിനെ വലത്തോട്ടും തള്ളുന്നു. ആ പെട്ടി എങ്ങോട്ട് പോകും? നേരെ മുന്നോട്ടും പോകില്ല, നേരെ വലത്തോട്ടും പോകില്ല. അതിൻ്റെ ഇടയിൽ ഒരു ഡയറക്ഷനിൽ പോകും, അല്ലേ? അപ്പോൾ ആ ഡയറക്ഷൻ ഏതാണ്? എത്ര പവറിലാണത് പോകുന്നത്? ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളൊരു ഫോർമുല പഠിക്കാൻ പോകുന്നത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. ഈ നിയമം പറയുന്നത് ഇത്രയുള്ളൂ. നമ്മൾ ഈ രണ്ട് ഫോഴ്സുകളെ ഒരു പാരലലോഗ്രത്തിന്റെ, അതായത് ഒരു സാമാന്തരികത്തിന്റെ അടുത്തടുത്തുള്ള രണ്ട് സൈഡ്സായിട്ട് സങ്കൽപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ അവയുടെ രണ്ടിന്റെയും കൂടെയുള്ള റിസൾട്ട്, ആകെ കിട്ടുന്ന എഫക്റ്റ് ആ പാരലലോഗ്രത്തിന്റെ ഡയഗണലായിരിക്കും, അതായത് അതിന്റെ വികരണം. കേട്ടിട്ട് കോംപ്ലിക്കേറ്റഡായി തോന്നുന്നുണ്ടോ? ഒട്ടും പേടിക്കേണ്ട. നമുക്ക് അടുത്ത സ്ലൈഡിൽ ചിത്രം കാണുമ്പോൾ സംഭവം സിമ്പിളാവും. യെസ്, ഇതാണ് നമ്മുടെ മാസ്റ്റർ ഫോർമുല. ഈ ചാപ്റ്ററിലെ കിങ് ആണ് ഈ ഫോർമുല. ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് ഫോഴ്സ്, പിയും ക്യൂവുമാണ് നമ്മുടെ ആ രണ്ട് ഫോഴ്സുകൾ. തീറ്റ അഥവാ തീറ്റ എന്ന് പറയുന്നത് ഈ രണ്ട് ഫോഴ്സുകൾക്കിടയിലുള്ള ആംഗിളാണ്. ഈ ഫോർമുല കാണാതെ പഠിച്ചേ പറ്റൂ. എന്റെ കൂടെ എന്ന് പറഞ്ഞു നോക്കിക്കേ. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർഡ് പ്ലസ് ക്യൂ സ്ക്വയർഡ് പ്ലസ് 2pq കോസ് തീറ്റ. ഒന്നുകൂടെ പറയാം. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർഡ് പ്ലസ് ക്യൂ സ്ക്വയർഡ് പ്ലസ് 2pq കോസ് തീറ്റ. ഇത് ബൈ ഹാർട്ട് ആക്കിക്കൊള്ളണം. അപ്പോ ആ റിസൾട്ടന്റ് ഫോഴ്സിന്റെ അളവ്, അതായത് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യത്തെ ഫോർമുല ഉപയോഗിച്ചു. പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഫോഴ്സ് ഒരു വെക്ടറാണെന്ന്. അപ്പോൾ അതിനൊരു ഡയറക്ഷൻ വേണ്ടേ? ആ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. ഇവിടെ ആൽഫ അഥവാ ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടന്റ് ഫോഴ്സ് ആർ ആദ്യത്തെ ഫോഴ്സായ പിയുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ്. അപ്പോൾ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഈ രണ്ട് ഫോർമുലകളാണ് ഈ ചാപ്റ്ററിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. ഇത് രണ്ടും അറിഞ്ഞാൽ പകുതി കഴിഞ്ഞു. ഓക്കെ, ഇനി ആ പാരലലോഗ്രാം ലോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് നോക്കാം. സ്റ്റെപ്പ് 1, ഫോഴ്സ് പി കിഴക്കോട്ട് പോകുന്ന ഒരു നീല ആരോ ആണെന്ന് വിചാരിക്കുക. സ്റ്റെപ്പ് 2, അതേ പോയിന്റിൽ നിന്ന് ഫോഴ്സ് ക്യൂ ഒരു ചുവന്ന ആരോ ആയിട്ട് ഒരു നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നു എന്നും വിചാരിക്കുക. സ്റ്റെപ്പ് 3, ഇനി എന്ത് ചെയ്യണം? ഓരോ ആരോയുടെയും തലപ്പത്ത് നിന്ന് മറ്റേ ആരോയ്ക്ക് പാരലലായിട്ട് ഓരോ ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്കൊരു പാരലലോഗ്രാം കിട്ടും. സ്റ്റെപ്പ് 4, ഇപ്പോൾ നോക്കിക്കേ, നമ്മൾ തുടങ്ങിയ പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിലേക്ക് ഒരു ഡയഗണൽ വരയ്ക്കാൻ പറ്റുമല്ലോ, ആ പച്ച ആരോ. അതാണ് നമ്മുടെ റിസൾട്ടന്റ് ആർ. കണ്ടോ എത്ര സിമ്പിളായിട്ടാണിത് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ മെയിൻ ഫോർമുല പഠിച്ചു. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമുക്ക് സമയമെന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്, അല്ലേ? അതുകൊണ്ട് നമ്മുടെ ഈ മാസ്റ്റർ ഫോർമുലയിൽ നിന്ന് വരുന്ന ചില സ്പെഷ്യൽ കേസുകൾ നമുക്ക് പഠിക്കാം. ഇത് പ്രോബ്ലംസ് മിന്നൽ വേഗത്തിൽ ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഇതിനെ നമുക്ക് എക്സാം വിന്നിംഗ് ഷോർട്ട്കട്ട്സ് എന്ന് തന്നെ വിളിക്കാം. ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. 3 സ്പെഷ്യൽ കേസുകളുണ്ട്. കേസ് 1, രണ്ട് ഫോഴ്സും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ അവയ്ക്കിടയിലുള്ള ആംഗിൾ തീറ്റ എത്രയായിരിക്കും? 0 ഡിഗ്രി. അപ്പോൾ നമ്മുടെ റിസൾട്ടന്റ് സിമ്പിളായിട്ട് ആർ ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ, രണ്ടും കൂടെ കൂട്ടിയാൽ മതി. ഇതാണ് നമുക്ക് കിട്ടാവുന്ന മാക്സിമം റിസൾട്ടന്റ്. രണ്ട് പേര് ഒരു കാറിനെ ഒരേ ദിശയിലേക്ക് തള്ളുന്നത് പോലെ. കേസ് 2, രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ ആംഗിൾ എത്രയാ? 180 ഡിഗ്രി. അപ്പോൾ റിസൾട്ടന്റ് ആർ ഇസ് ഈക്വൽ ടു പി മൈനസ് ക്യൂ. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. ഇതാണ് മിനിമം റിസൾട്ടന്റ്. വടം വലി ഓർമ്മിച്ചാൽ മതി. കേസ് 3, രണ്ട് ഫോഴ്സും 90 ഡിഗ്രിയിലാണ്, പെർപെൻഡിക്കുലർ. അപ്പോൾ നമ്മുടെ ഫോർമുല പൈതഗോറസ് തിയറം പോലെയാകും. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഒരാൾ വടക്കോട്ടും മറ്റേയാൾ കിഴക്കോട്ടും തള്ളുന്നൊരവസ്ഥ. ഈ 3 ഷോർട്ട്കട്ട്സ് ഓർത്തുവെച്ചാൽ എക്സാമിന് ഒരുപാട് സമയം ലാഭിക്കാം, ഉറപ്പാണ്. ഇതുവരെ നമ്മൾ രണ്ട് ഫോഴ്സിനെ ചേർത്ത് ഒന്നാക്കുന്ന പരിപാടിയായിരുന്നു, അല്ലേ? ഇനി നമ്മൾ നേരെ തിരിച്ചുള്ള കാര്യം പഠിക്കാൻ പോവുകയാണ്. അതായത് ഒരൊറ്റ ഫോഴ്സിനെ എങ്ങനെ അതിൻ്റെ രണ്ട് പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെങ്കിൽ വിഭജിക്കാമെന്ന് നോക്കാം. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ്. അപ്പോൾ എന്താണ് ഈ റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ്? സിമ്പിളാണ്. ഒരു ഫോഴ്സിനെ അതിൻ്റെ എഫക്റ്റിന് ഒരു മാറ്റവും വരുത്താതെ പരസ്പരം 90 ഡിഗ്രിയിലുള്ള രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ചില കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് വരുമ്പോൾ ഇങ്ങനെ ഒരു ചരിഞ്ഞ ഫോഴ്സിനെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സും ഒരു വെർട്ടിക്കൽ ഫോഴ്സും ആക്കി മാറ്റിയാൽ സോൾവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഒരു ഫോഴ്സിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എവിടെ കോസ് വരും എവിടെ സൈൻ വരും എന്നുള്ളത് എല്ലാവർക്കുമുള്ളൊരു കൺഫ്യൂഷനാണ്. അതിനൊരു സൂപ്പർ ട്രിക്കുണ്ട്. ഈ ഒരു റൂൾ അങ്ങ് ബൈഹാർട്ടാക്കിക്കോ. ദ കോമ്പണന്റ് ടച്ചിങ് ദി ആംഗിൾ തീറ്റ ഓൾവേസ് ഗെറ്റ്സ് കോസ്, ദി അതർ കോമ്പണന്റ് ഗെറ്റ്സ് സൈൻ. അതായത് ആംഗിൾ തീറ്റ ഏത് കോമ്പണന്റിനോടാണോ ചേർന്ന് കിടക്കുന്നത് അവന് കോസ് കൊടുക്കുക, മറ്റേ ആൾക്ക് സൈൻ കൊടുക്കുക. അത്രയുള്ളൂ. അപ്പോൾ ആ റൂൾ വെച്ച് നമുക്ക് ഫോർമുല എഴുതിയാലോ? എഫ് എന്നൊരു ഫോഴ്സ്
ഹൊറിസോണ്ടൽ ലൈനുമായി തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് Fx എന്തായിരിക്കും? ആംഗിൾ ചേർന്ന് കിടക്കുന്നത് Fxനോടല്ലേ? അപ്പോൾ അവന് കോസ് കൊടുക്കാം. Fx = F cos തീറ്റ. അപ്പോൾ പിന്നെ വെർട്ടിക്കൽ കമ്പോണന്റ് Fy എന്തായിരിക്കും? സിമ്പിൾ, Fy = F sin തീറ്റ. ഈസിയല്ലേ? ഇതൊരു റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ എയർപോർട്ടിൽ ഒരു ട്രോളി ബാഗ് വലിച്ചുകൊണ്ട് പോകുന്ന ഒന്ന് സങ്കല്പിച്ചേ. നിങ്ങൾ ഹാൻഡിലിൽ പിടിച്ചു വലിക്കുമ്പോൾ നിങ്ങളുടെ ഫോഴ്സ് ഒരു ആംഗിളിലല്ലേ പോകുന്നത്. പക്ഷെ അവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിലെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, അതായത് എഫ് കോസ് തീറ്റ, അതാണ് ആ ബാഗിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം അതിലെ വെർട്ടിക്കൽ കമ്പോണന്റ് എഫ് സൈൻ തീറ്റ ആ ബാഗിനെ ചെറുതായി മുകളിലേക്ക് പൊക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ബാഗിന്റെ ഭാരം കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നത്. കണ്ടോ, ഒരൊറ്റ ഫോഴ്സിന് ഒരേ സമയം രണ്ട് പണിയെടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ തിയറിയും ഫോർമുലയും ഷോർട്ട് കട്ടൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ആക്ഷൻ ടൈമാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മുൻ വർഷങ്ങളിൽ എക്സാം പേപ്പേഴ്സിൽ വന്ന ചോദ്യങ്ങൾ എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെയാണ് നമ്മുടെ ശരിക്കുള്ള കഴിവ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ PYQ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. 2 forces of 3N and 4N act at right angles to each other. What is the resultant? 3 ന്യൂട്ടണും 4 ന്യൂട്ടണുമുള്ള രണ്ട് ഫോഴ്സുകൾ റൈറ്റ് ആംഗിൾസിൽ, അതായത് 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്നു. റിസൾട്ടന്റ് എത്രയായിരിക്കും? ഈ റൈറ്റ് ആംഗിൾസ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ആ ഷോർട്ട് കട്ട് വരണം. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സ്റ്റെപ്പ് 1, കേസ് ഏതാണെന്ന് തിരിച്ചറിയുക. റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ തീറ്റ = 90 ഡിഗ്രി. സ്റ്റെപ്പ് 2, നമ്മുടെ ഷോർട്ട് കട്ട് ഫോർമുല അപ്ലൈ ചെയ്യുക. R = √p² + q². സ്റ്റെപ്പ് 3, വാല്യൂസ് ഇട്ട് കൊടുക്കുക. p = 3, q = 4. അപ്പോൾ R = √3² + 4², അതായത് √9 + 16. സ്റ്റെപ്പ് 4, 9ഉം 16ഉം കൂട്ടിയാൽ 25. അപ്പോൾ R = √25. എന്താണ് 25ന്റെ റൂട്ട്? 5. ഉത്തരം കിട്ടിപ്പോയി, 5 ന്യൂട്ടൺ. കണ്ടോ, ആ ഷോർട്ട് കട്ട് അറിയാമെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം, ഇതൊരു സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. ഒരുപാട് എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒന്നാണ്. ഇഫ് ദ റിസൾട്ടന്റ് ഓഫ് 2 ഈക്വൽ ഫോഴ്സസ് P ആൻഡ് P ഈസ് ഓൾസോ ഈക്വൽ ടു P, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം? അതായത് രണ്ട് ഫോഴ്സും തുല്യമാണ് P, അവയുടെ റിസൾട്ടന്റും P തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവയ്ക്ക് ഇടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ ഉത്തരം ശരിക്കു പറഞ്ഞാൽ കാണാതെ പഠിച്ചു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്, 120 ഡിഗ്രി. എന്നാലും ഇതെങ്ങനെ വന്നു നമുക്ക് നോക്കാം. നമ്മുടെ മെയിൻ ഫോർമുല എന്താ? R² = P² + Q² + 2pq cos തീറ്റ. ഇവിടെ R = P എന്നും Q = P എന്നും കൊടുക്കുക. അപ്പോൾ P² = P² + P² + 2pp cos തീറ്റ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ P² = 2p² + 2p² cos തീറ്റ എന്ന് വരും. ഇനി 2p² ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ -p² = 2p² cos തീറ്റ. രണ്ട് സൈഡിൽ നിന്നും p² വെട്ടിക്കളയാം. അപ്പോൾ -1 = 2 cos തീറ്റ, അല്ലെങ്കിൽ cos തീറ്റ = -1/2. cos തീറ്റയുടെ വാല്യൂ -1/2 വരുന്നത് എപ്പോഴാണ്? തീറ്റ 120 ഡിഗ്രി ആവുമ്പോൾ. അതുകൊണ്ടാണ് ഉത്തരം 120 ഡിഗ്രി. ഈ ചോദ്യം കണ്ടാൽ നേരെ 120 ഡിഗ്രി എന്ന ഓപ്ഷൻ മാർക്ക് ചെയ്തോണം. നമ്മുടെ അവസാനത്തെ ചോദ്യം, ഇതൊരു തിയറി ചോദ്യമാണ്. ലാമീസ് തിയറം ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ. ലാമീസ് തിയറം എവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ കണക്കുകൂട്ടലല്ല, നിങ്ങളുടെ കോൺസെപ്റ്റ് എത്രത്തോളം ക്ലിയർ ആണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഉത്തരം കൃത്യമായി പഠിച്ചു വെക്കണം. ലാമീസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. 1, അവിടെ 3 ഫോഴ്സുകൾ ഉണ്ടായിരിക്കണം. 2, ആ ഫോഴ്സുകൾ കോപ്ലൈനർ കൺകറന്റ് ആയിരിക്കണം. 3, ഏറ്റവും ഇമ്പോർട്ടന്റ്, ആ സിസ്റ്റം ഇക്വിലിബ്രിയമിലായിരിക്കണം, അതായത് നിശ്ചലാവസ്ഥയിൽ. അപ്പോൾ ഉത്തരം 3 കോപ്ലൈനർ കൺകറന്റ് ഫോഴ്സസ് ദാറ്റ് ആർ ഇൻ ഇക്വിലിബ്രിയം. യെസ്, നിങ്ങൾക്കിത് സാധിച്ചിരിക്കുന്നു. വെക്ടറിന്റെ ബേസിക്സ് മുതൽ എക്സാം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഫോഴ്സ് സിസ്റ്റംസ് എന്ന വിഷയത്തിൽ നിങ്ങൾക്കിപ്പോൾ ഒരു അടിപൊളി ഫൗണ്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ക്ലാസ് മുഴുവൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ചോദ്യവും നിങ്ങളെ പേടിപ്പിക്കില്ല. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എത്രത്തോളം മനസ്സിലായെന്ന് സ്വയം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അതിനുവേണ്ടി ഈ ചാപ്റ്ററിന്റെ ഇന്ററാക്റ്റീവ് ക്വിസുകൾ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ആ ക്വിസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. പിന്നെ പഠിക്കുമ്പം എന്ത് സംശയം വന്നാലും ഒരു മടിയും വിചാരിക്കേണ്ട. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്ന് ചോദിക്കാം. പരസ്പരം സഹായിക്കാൻ അവിടെ ഒരുപാട് പേരുണ്ടാവും, ഞാനും ഉണ്ടാവും. അതുപോലെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ മറ്റോ വേഗത്തിൽ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്ററിന്റെ ഫ്രീ ഓഡിയോ ക്ലാസ്സുകളും ആ ഗ്രൂപ്പിലുണ്ടാവും. അത് വെറുതെ കേട്ടിരുന്നാൽ മതി, ഫോർമുലകളും പോയിന്റ്സും ഒക്കെ മനസ്സിലങ്ങ് പതിഞ്ഞോളും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനും സ്റ്റഡി ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിവ് കൊടുക്കുമ്പോഴാണല്ലോ അത് കൂടുന്നത്.
RRB ALP, ടെക്നീഷ്യൻ, JE, NTPC, ഗ്രൂപ്പ് ഡി, SSC, പോളിടെക്നിക് കോഴ്സുകൾ ഇങ്ങനെ എല്ലാ എക്സാംസിനും വേണ്ടിയുള്ള ക്ലാസുകൾ ഈ ചാനലിൽ വരും. അതുകൊണ്ട് ഒന്നും മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് ഫോഴ്സ് സിസ്റ്റംസ് എന്ന ചാപ്റ്റർ കീഴടക്കി. ഇനി അടുത്തതായി ഏത് ചാപ്റ്ററാണ് നമ്മൾ ഒരുമിച്ച് പൊളിച്ചെടുക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കൂ. ഏറ്റവും കൂടുതൽ പേർ ആവശ്യപ്പെടുന്ന ചാപ്റ്ററുമായി ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ബൈ.